ഉപദേശം അത് ആർക്കും ഇഷ്ടമുള്ളൊരു വാക്കല്ല അല്ലേ? എല്ലാവർക്കും ഉപദേശിക്കുമ്പോൾ ദേഷ്യം വരും. സാധാരണ നമ്മൾ കുട്ടികളെയും കൗമാരക്കാരായ കുട്ടികളെയും ഒക്കെയാണ് നമ്മൾ ഉപദേശിക്കാറ്. എന്നാൽ നമുക്കിന്ന് അവരെ ഒന്നും ഉപദേശിക്കാതെ മാതാപിതാക്കളെ ഉപദേശിച്ചാലോ? കുട്ടികളോട് പെരുമാറുന്ന ചില രീതികൾ നമുക്കൊന്ന് തിരുത്തി എഴുതാൻ പറ്റുമെന്നൊന്ന് നോക്കിയാലോ? മിക്ക മാതാപിതാക്കളും നമ്മൾക്ക് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും നമ്മളത് കുട്ടികളുടെ പുറത്ത് തീർക്കും അല്ലേ? പഠിക്കാഞ്ഞാൽ മറ്റുള്ള എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ അടിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. പിന്നെ വെറുതെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, പണി ചെയ്യണം, അങ്ങനെ ചെയ്യണം, പഠിക്കണം, അങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊന്നും അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ കേൾക്കാൻ നിൽക്കില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മൾ അവരെ അങ്ങ് പേടിപ്പിക്കും. നീ അങ്ങനെ ചെയ്തിട്ടല്ലേ, അല്ലെങ്കിൽ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞിട്ടല്ലേ, അല്ലെ ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ. അങ്ങനെ നമ്മൾ കുട്ടികളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് നമ്മളോട് എന്തും ഓപ്പണായിട്ട് പറയാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. അവരങ്ങനെ അപ്പം എന്ത് ചെയ്യും? മൂടി മൂടി വെക്കും. ഇത് അമ്മയോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അമ്മ പ്രതികരിക്കുക, അല്ലെ അച്ഛനോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അച്ഛൻ പ്രതികരിക്കുക. പിന്നെ മറ്റുള്ള പുറമേയുള്ള അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. അതൊന്ന് മാറ്റിയിട്ട് വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ചായ വെച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ 4 മണി പലഹാരം കൊടുക്കുന്നു, അല്ലെ വൈകുന്നേരത്തെ ഫുഡ് കൊടുക്കുന്നു. ഈ സമയങ്ങളിൽ വെറുതെ ആ ഒരു സമയത്ത്, അല്ലാത്ത സമയത്ത് കുട്ടികൾ ചിലപ്പം കളിക്കാൻ പോകും. അല്ലെ കളിക്കാത്ത കുട്ടികളാണെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അവരുടേതായ കാര്യങ്ങൾ, പിന്നെ പഠിക്കൽ, ഹോംവർക്ക്, ഇങ്ങനെയൊക്കെയുള്ള ആ സമയങ്ങളിലൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട. അല്ലാതെ കുട്ടികൾ ഇതുപോലെ ഫുഡ് കഴിക്കാൻ വരാൻ നിൽക്കുന്ന ഒരു 10 മിനിറ്റ് സമയം, ഈ സമയങ്ങളിലൊക്കെ കുട്ടികളോട് ഇന്നെന്താ സ്കൂളിൽ ഉണ്ടായത്, ഇന്ന് അങ്ങനെ പറഞ്ഞ് കുട്ടികൾക്കൊരു നല്ല കേൾവിക്കാരിയാവുന്ന ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ അച്ഛനോട് പറയാം. നമുക്ക് ചിലപ്പോൾ ഉള്ളിൽ ദേഷ്യം വരും, അവരിന്ന് ഇങ്ങനെ ചെയ്തു, പക്ഷെ അതൊന്നും പുറമെ കാണിക്കാതെ നല്ലൊരു കേൾവിക്കാര് അമ്മയായാലും അച്ഛനായാലും കേട്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എൻ്റെ എന്ത് പ്രശ്നങ്ങളും അച്ഛനോടും അമ്മയോടും പറയാം എന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ പെൺകുഞ്ഞുങ്ങളെയൊക്കെ ചതിക്കുന്നത്? ചിലപ്പോൾ അവരുടെ മോശം ഫോട്ടോകൾ ഒരാളുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ആ ഫോട്ടോകൾ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തി കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുക. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ പേടിച്ചിട്ടാണ് പോകുന്നത്. അച്ഛനും അമ്മയും അറിയും, നിന്റെ അച്ഛനോടും അമ്മയോടും പറയും, അല്ലെങ്കിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഇത് പേടിയായിട്ടാണ് കുട്ടികൾ പല തെറ്റിലേക്കും പോകുന്നത്. ഇപ്പോൾ 10, 12, 13 വയസ്സുള്ള കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ പല ഇതിലേക്ക് പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കും. അപ്പൊ എന്തും പറയാൻ എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും പറയാം. നീ പോടാ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ എനിക്കൊരു വിഷയമല്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ അച്ഛനും അമ്മയും മാതാപിതാക്കൾ കൂടെ ഉണ്ടായാൽ. തിരിച്ചതുപോലെ തന്നെ ആൺകുഞ്ഞുങ്ങൾക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇപ്പം മയക്കുമരുന്ന് ഒരു പ്രാവശ്യം അങ്ങനെ ഒന്ന് ചെയ്തു പോയി, അല്ലെ എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, അല്ലെ എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, ഇതൊക്കെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചേർത്ത് പിടിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ട് എന്ന് പറയാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടായാൽ തന്നെ പല കാര്യങ്ങളും കുട്ടികൾ ഒളിച്ചു വെച്ച് തെറ്റിലേക്ക് പോവാതിരിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും മുതിർന്ന 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഒരു പെൺകുഞ്ഞും ഒരാൺകുഞ്ഞും. 2 കുട്ടികളെ വളർത്തി ഇത്രയും മുതിർന്ന കുട്ടികളായി കുട്ടികളുടെ കൂടെ നിന്ന് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തിയ ഒരു അമ്മയായതുകൊണ്ട് ഞാൻ പറയാണ്, ഇപ്പോഴുള്ള ചെറിയ എൻ്റെ അനിയത്തിമാരും അനിയന്മാരൊക്കെ ആയിരിക്കും ഇപ്പം ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കുന്നത്. അവർക്കുള്ള ചെറിയൊരു ഉപദേശമായിട്ട് കൂട്ടിയാൽ മതി.